അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇക്കൊല്ലം ഓണത്തിന് വളരെ സന്തോഷിക്കുന്ന ഒരു കൂട്ടരും കൂടിയുണ്ട് കേട്ടോ. ആരാണെന്നറിയോ? സാധാരണ സിവിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ മിക്കവാറും നെഗറ്റീവ് വാർത്തകളാണ് പറയുക. സിവിൽ സപ്ലൈസിൽ അതില്ല, സിവിൽ സപ്ലൈസിൽ പഞ്ചാരയില്ല, സിവിൽ സപ്ലൈസിൽ ഇന്ന സാധനമില്ല. പക്ഷേ ഇക്കുറി സിവിൽ സപ്ലൈസും ഭക്ഷ്യവകുപ്പ് മന്ത്രി ഹാപ്പിയാണ് ഈ ഓണത്തിന്. ഇത്തവണ ഓണത്തിന്റെ പൊതുവിപണിയിൽ സജീവമായ ഇടപെടലാണ് സപ്ലൈകോ നടത്തിയതെന്ന് തന്നെ പറയണം. കച്ചവടത്തിൽ റെക്കോർഡ് ഇടാനും സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. വെളിച്ചെണ്ണയുടെ തീവിലയിൽ ജനങ്ങൾക്ക് ആശ്വാസമായതും സപ്ലൈകോയാണ് എന്ന് വേണം പറയാൻ. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്നും ഫോർട്ട് സപ്ലൈകോ സ്റ്റോറിൽ നിന്ന് മന്ത്രി GR അനിൽ തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ GR അനിൽ, ഹാപ്പി ഉത്രാടം, ഹാപ്പി ഓണം. സാധാരണ നമ്മൾ പറയായിരുന്നു സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവ് വാർത്തകളാണ് കൂടുതൽ കൊടുക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മൾ പറയുന്നു. ഇക്കുറി ഓണം സപ്ലൈകോ തൂക്കി അല്ലേ? അതെ അതെ, ഹാപ്പി ഓണം അരുൺകുമാർ. വളരെ സന്തോഷമാണ് ഇത്തവണ മാധ്യമങ്ങളെ കാണാൻ. 370 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്നലെ വൈകുന്നേരം വരെ നടന്നിരിക്കുന്നത്. 54 ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഓണക്കാലത്ത് സാധനങ്ങൾ വാങ്ങുകയുണ്ടായി. സർവകാല റെക്കോർഡാണ്. എന്ന് മാത്രമല്ല, വളരെ സന്തോഷകരമായി പറയാൻ കഴിയുന്നത് 1,19,856 ക്വിൻ്റൽ അരി, 37 കോടി രൂപയുടെ അരി വിൽപ്പന നടക്കുകയുണ്ടായി. അതുപോലെ മുളക് 7,467 ക്വിൻ്റൽ മുളക്, 9 കോടിയുടെ വിൽപ്പന നടക്കുകയുണ്ടായി. ശബരി വെളിച്ചെണ്ണ 20,13,696 ലിറ്റർ, 68 കോടി രൂപയുടെ വിൽപ്പനയാണ് ശബരി വെളിച്ചെണ്ണ മാത്രം നടത്തിയത്. ജില്ലാ ഫെയറുകളിലെല്ലാം നല്ല തിരക്കാണ്. എല്ലാ ഔട്ട്ലെറ്റുകളിലും നല്ല തിരക്കാണ്. ഞാൻ നിൽക്കുന്ന ഔട്ട്ലെറ്റ് 1 കോടിയിലധികം രൂപയുടെ വിൽപ്പന നടത്തിയ ഫോർട്ടിലെ ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സാധന സാമഗ്രികളൊക്കെ ഉണ്ട്, റാക്കുകളിലൊക്കെ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇടക്കാലത്ത് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്ന, കാലിയായിട്ട് കിടക്കുന്ന റാക്കുകളാണെങ്കിൽ ഇപ്പോൾ റാക്കുകളിലെല്ലാം സാധനങ്ങൾ എല്ലാ സമ്പന്നമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ശേഖരം ഇത്തവണ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര ആൾക്കൂട്ടമുണ്ടായാലും ഇന്ന് ഉത്രാട ദിവസം എല്ലാ ഔട്ട്ലെറ്റിലും സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ, എനിക്കൊന്ന് വെളിച്ചെണ്ണയുടെ വില നിയന്ത്രിക്കാൻ സപ്ലൈകോ നടത്തി ഇടപെടലാണ് ഒരു തുണയായി തീർന്നത്. വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് സപ്ലൈകോയിലോട്ട് വന്നു, ബാക്കി സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോയി. ആ അർത്ഥത്തിൽ ഈ വെളിച്ചെണ്ണയുടെ വില കൂടിയത് സിവിൽ സപ്ലൈസിന്, സപ്ലൈകോയ്ക്ക് അനുഗ്രഹമായി എന്ന് വേണം കരുതാൻ. അതെ, വെളിച്ചെണ്ണയുടെ വില നിയന്ത്രിക്കാൻ ഉള്ള ഇടപെടൽ വളരെ ഫലപ്രദമായി എന്നതാണ് ഈ ഓണക്കാലത്ത് കാണിക്കുന്നത്. വ്യവസായ മന്ത്രി ഞാനും ആദ്യം തന്നെ സംരംഭകരെ യോഗം വിളിച്ച് അവരോട് അഭ്യർത്ഥന നടത്തിയത്. കുറേയേറെ സംരംഭകർ അതിന് തയ്യാറായതാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കെയർഫെഡ് എടുത്ത നിലപാടാണെങ്കിലും സപ്ലൈകോ സബ്സിഡി കൊടുത്ത് 347 രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചത് മുതൽ വെളിച്ചെണ്ണയുടെ വില കുറയുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മിനിസ്റ്ററുടെ വീട്ടിലും ഓണത്തിന് സപ്ലൈകോയിൽ നിന്നുള്ള സാധനങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഏറെ വെളിച്ചെണ്ണ തന്നെ സപ്ലൈകോ മന്ത്രി എന്ന നിലയിൽ, മന്ത്രിയാകുന്നതിന് മുമ്പും സപ്ലൈകോയുടെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. റേഷൻ ഷോപ്പുകളിൽ നിന്ന് കഴിഞ്ഞ മാസം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ പൊതുജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും പൊതുമേഖലാ സംരംഭങ്ങളെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ വേണ്ട നിലപാടെടുത്തത് കൊണ്ട് തന്നെ സപ്ലൈകോ ആണെങ്കിലും കെയർഫെഡ് ആണെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കുട്ടനാട്ടിലെ കർഷകരുടെ ചില പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണ് അവർക്കൊരു മറുപടി കൊടുക്കാൻ പറ്റിയ പോസിറ്റീവായിട്ട്? കുട്ടനാട്ടിലെ കർഷകരടക്കം പാലക്കാട് കർഷകരടക്കമുള്ള കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ പണം ഓണത്തിന് മുമ്പ് കൊടുക്കാനുള്ള നടപടിയാണ് ദ്രുതഗതിയിൽ നടത്തിയത്. 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അവർ നൽകേണ്ടുന്ന MSP റേറ്റ് നൽകിയില്ല. 4 ദിവസക്കാലം നമ്മുടെ സപ്ലൈകോ MD ഡൽഹിയിൽ വിവിധ വകുപ്പ് ഓഫീസുകൾ കയറിയിറങ്ങി എല്ലാ പേപ്പറും റെഡിയാക്കി കൊടുത്തതിൻ്റെ ഫലമായി ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് നമുക്ക് 3 മാസക്കാലത്തെ MSP നൽകാൻ വേണ്ടുന്ന തീരുമാനമെടുത്തത്. അതുകൊണ്ട് നാളെ അവധിയാണ്, ഇന്ന് അവധിയാണ് ബാങ്ക്. മറ്റന്നാൾ ബാങ്കിലേക്ക് ആ പണം എത്തുന്നതോടുകൂടി
ഓണത്തോടൊപ്പം തന്നെ കൃഷിക്കാരുടെ കുടിശ്ശിക പൂർണ്ണമായും കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൃഷിക്കാർക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഹാപ്പി ആവട്ടെ, അടിച്ചു കയറി വരട്ടെ. ഇനി അത് 500-ലേക്കൊക്കെ എത്തട്ടെ. 500 കോടി കച്ചവടം നടന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എനിക്കൊന്നു ഏകദേശം 500 കോടിയോട് അടുക്കുമായിരിക്കും. ഇന്ന് വൈകുന്നേരത്തെ കച്ചവടം കൂടി ആകുമ്പോഴേക്ക് കുറച്ച് അടുത്ത റെക്കോർഡിലേക്ക് പോകും അല്ലേ മിനിസ്റ്റർ? 500 കോടിയിലെത്താൻ അതെ 500 കോടി എത്താൻ സാധ്യതയില്ല. 400 കോടിയോളം എത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും കേരളത്തിലെ ഏത് കാലഘട്ടത്തെക്കാളുള്ള ഇടപെടൽ മാർക്കറ്റിനകത്ത് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിലയിലൂടെ നമുക്ക് നടത്താം. മിനിസ്റ്റർ കയ്യിലെടുത്തത് വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഇപ്പൊ മാർക്കറ്റില് ഇപ്പൊ നേരത്തെ എടുത്തത് വരികയാണ്. ശബരിയാണെന്ന് തോന്നുന്നു മിനിസ്റ്റർ. അതെ, വെളിച്ചെണ്ണ, ശബരി വെളിച്ചെണ്ണയാണ്. ഓക്കെ, അതെ അതെ, ശബരി വെളിച്ചെണ്ണ സപ്ലൈകോയുടെ ഐശ്വര്യം എന്ന് പറയേണ്ടി വരും. 21 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് വിൽക്കാൻ കഴിഞ്ഞു ശബരി. അതെ അതെ, ഓക്കെ. അപ്പൊ ഗംഭീരമാവട്ടെ, അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ പകുതി വിലക്കാണ് ഇവിടെ കിട്ടുന്നത്. അതെ അതെ, ഗംഭീരമാവട്ടെ മിനിസ്റ്റർ. സപ്ലൈകോ അടിച്ചു കയറി വരട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം, ഗംഭീരമാവട്ടെ. താങ്ക് യു മിനിസ്റ്റർ. 450 കോടിയൊക്കെ സപ്ലൈകോ വരട്ടെ. പ്രത്യേകം ആശംസകൾ. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സപ്ലൈകോ എല്ലാ തവണയും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, സപ്ലൈകോയിൽ അതില്ല, സപ്ലൈകോയിൽ ഇതില്ല, സപ്ലൈകോയിൽ പഞ്ചസാര ക്ഷാമം, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല, സപ്ലൈകോ ഇപ്പോൾ ഉണർന്നു എന്നുള്ളതാണ്. പൊതുമേഖലാ സംരംഭങ്ങൾ ഇങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? അതുകൊണ്ട് ഇക്കുറി പ്രിയപ്പെട്ട പ്രേക്ഷകർ പരമാവധി സപ്ലൈകോയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുക. അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഇടപെടണ്ടേ? അതൊരു പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. പരമാവധി നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാനൊരു താല്പര്യം കൂടി നമ്മൾ എടുക്കണം എന്നുള്ളതാണ്.